ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. കഴിഞ്ഞ ദിവസം നമ്മൾ കുന്തിപ്പുഴ പോയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പുഴയിലേക്ക് മാത്രമായിട്ട് ഇറങ്ങിയിട്ടുള്ളതല്ല, ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മണ്ണാർക്കാട് തന്നെയുള്ള മിലൻ സിനിമാസിലാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഡിറ്റക്റ്റീവ് വിജിലൻ കാണണോ അതോ നരിവേട്ട കാണണോ എന്നുള്ളത്. രണ്ട് ഫിലിമിനും അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കൺഫ്യൂഷൻ വന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കാണെങ്കിൽ സീരിയസ് മൂവികളെക്കാളും കാണാൻ കൂടുതൽ ഇഷ്ടം കോമഡി മൂവീസ് ആണ്. എന്നാൽ നരിവേട്ടയിലെ ടൊവിനോ തോമസിന്റെ ആക്ടിംഗ് ഒക്കെ ഭയങ്കരമാണെന്ന് റിവ്യൂസ് കണ്ടതുകൊണ്ട് നമ്മൾ വന്നിട്ടുള്ളത് നരിവേട്ട ഫിലിം കാണാനായിട്ടാണ് കേട്ടോ. കാറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ജിജുവിന്റെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടാകുമായിരുന്നു ഫിലിം കാണാനായിട്ട്. ഫിലിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടൊവിനോ തോമസ് മാത്രമല്ല, അതിലുള്ള എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം 6:30 ഷോയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ഫിലിം കഴിഞ്ഞിറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുഞ്ചൂസിന് KFC ചിക്കൻ കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ മണ്ണാർക്കാടുള്ള KFCയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോ ഇവിടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അവനവിടെ വീട്ടിൽ ഇതിന്റെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് KFCയിൽ തന്നെ പോകണമെന്ന് അവൻ പറയാൻ കാരണം. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവിടെ 2 ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഇതുള്ളത്. ഇതിന്റെ മേലെയും ഫ്ലോർ ഉണ്ട്, നമ്മൾ താഴെ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ജിജു ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് എന്നുള്ളത്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്, അതൊരു കോംബോയിൽ വരുന്നതാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് ഓർഡർ ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇതിലാണെങ്കിൽ കൂടുതലും ബോൺലെസ് ആയിരുന്നതുകൊണ്ട് തന്നെ കുഞ്ചൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ചൂസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ, പിന്നെ ജിജുവിന് ഫ്ലേവേർഡ് റൈസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ. നമ്മൾ ആവടി KFCയിൽ പോയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡബിൾ സൈഡ് ബർഗർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. നമ്മൾ അതിവിടെ നോക്കിയെങ്കിലും ഇവിടെ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗർ ബർഗർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇതിന്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് KFCയിലൂടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ചോക്കോ ലാവ കേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ KFCയിൽ പോയാൽ വിചാരിക്കുന്ന അത്ര കഴിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാനും വയറ് ഫുള്ളാവുന്നവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കോംബോ ആയിരുന്നു എന്ന്, 3 പെപ്സി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചുമയായത് കാരണം ഇപ്പൊ തണുത്തതൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പെപ്സി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിയേറ്ററിൽ വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിക്കുമ്പോൾ എന്താ എന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് ചിക്കൻ പീസസ് അധികം കഴിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, വയറിൽ സ്പേസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോക്കോലാവ കേക്ക് മുഴുവനായിട്ട് കഴിച്ചു തീർക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലാതെ ചോക്കോലാവ കേക്കിന് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ, എന്നത്തെയും പോലെ ചോക്കോലാവ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെപ്സി മുഴുവനായിട്ട് കുടിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ നിറച്ചിട്ട് വീട്ടിലേക്ക് എടുത്തിട്ട് വന്നു. അപ്പൊ നമ്മൾ മൂക്കുമുട്ട കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാൻ മറക്കരുതേ. പ്ലീസ് സബ്സ്ക്രൈബ് ടു ചെന്നൈ കുക്സ് ആൻഡ് ടോക്സ്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.